നമസ്കാരം. ബജറ്റ് ചർച്ചാ പരമ്പരയായ ഫിൻപാക്കിലേക്ക് സ്വാഗതം. 15 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് ആദായ നികുതി ഇളവ് വേണമെന്ന ആവശ്യം ധനമന്ത്രി ഇത്തവണ പരിഗണിച്ചേക്കുമെന്ന് വാർത്തകളുണ്ട്. ഭവന വായ്പകൾക്ക് പലിശ ഇളവ് ലഭിക്കുമെന്ന് സൂചനകളുണ്ട്. ബാങ്കിംഗ് മേഖലയെ ശക്തിപ്പെടുത്താനും ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള നിർദ്ദേശങ്ങൾ ബജറ്റിലുണ്ടാകുമെന്ന് വിലയിരുത്തപ്പെടുന്നു. നികുതി, ബാങ്കിംഗ് മേഖലകളിലെ ബഡ്ജറ്റ് പ്രതീക്ഷകളെക്കുറിച്ചാണ് ഇന്നത്തെ ചർച്ച. ഈ ചർച്ചയിൽ എന്നോടൊപ്പം ഫെഡറൽ ബാങ്കിന്റെ മുൻ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് കെ.എ. ബാബു, ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രൊഫസർ അനിതകുമാരി, കോർപ്പറേറ്റ് നിയമവിദഗ്ധൻ ഷെറി സാമുവൽ, KSFE ഡയറക്ടറും ബെഫി മുൻ സംസ്ഥാന പ്രസിഡന്റുമായ ടി നരേന്ദ്രൻ, മൈഫിൻ റിസർച്ച് ഹെഡ് സൂരജ് നായർ എന്നിവർ. ആദ്യം ശ്രീ കെ. ബാബുവിലേക്കാണ്. ശ്രീ കെ. ബാബു, ബാങ്കിംഗ് മേഖല ഈ ബഡ്ജറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്? കേന്ദ്ര ബജറ്റിൽ നിന്ന് ബാങ്കിങ് അതുപോലെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ ഇത്തവണ പ്രതീക്ഷിക്കുന്നത് പ്രധാനമായിട്ടും 3 രംഗങ്ങളിലുള്ള തീരുമാനങ്ങളാണ്, അല്ലെങ്കിൽ നയ തീരുമാനങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. ഒന്ന്, പ്രധാനമായിട്ടും ടാക്സ് ബെനിഫിറ്റ്, ബാങ്കുകളുടെ നിക്ഷേപങ്ങൾക്കുള്ള ടാക്സ് ബെനിഫിറ്റ് ആംഗിളിൽ റീവിസിറ്റ് ഉണ്ടാവണം. ഇത് കഴിഞ്ഞ തവണയും ധനകാര്യ സ്ഥാപനങ്ങളും ബാങ്കുകളും ആവശ്യപ്പെട്ടിരുന്ന ഒരു വിഷയമാണ്. പക്ഷെ അത് കഴിഞ്ഞ തവണത്തെ ബജറ്റിൽ ഉണ്ടായില്ല. രണ്ടാമത്, ഇത്തവണ ബാങ്കുകൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു കാര്യം നേരത്തെ സൂചിപ്പിച്ച പോലെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിൽ ഫ്രോഡ് പ്രിവെൻഷൻ എന്നുള്ള ഏരിയയിലുള്ള സപ്പോർട്ടുകൾ ഉണ്ടാവണം. അത് പ്രധാനമായിട്ടും ഫ്രോഡ് പ്രിവെൻഷൻ ഫ്രോഡെല്ലാം വളരെ റാമ്പാന്റ് ആയിട്ട് നടക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റിനുള്ള അഡീഷണൽ ആയിട്ടുള്ള സപ്പോർട്ട് ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ഫ്രോഡ് പ്രിവെൻഷൻ ഏരിയയിൽ കൂടുതലായിട്ടുള്ള ഒരു നയങ്ങൾ കേന്ദ്ര ബജറ്റിൽ ഉണ്ടാവണം. മറ്റൊന്ന്, ബാങ്കുകളുടെ വായ്പാ വിതരണ രംഗത്ത് ക്രെഡിറ്റ് ഡിപ്ലോയ്മെന്റ് ആംഗിളിലുള്ള സപ്പോർട്ട് ഉണ്ടാവണം. പ്രത്യേകിച്ചും റീറ്റെയിൽ, MSME സെക്ടറിലേക്കുള്ള വായ്പയുടെ വിതരണത്തിൽ കൂടുതലായിട്ടുള്ള സപ്പോർട്ടുകൾ ഉണ്ടാവണം. അതോടൊപ്പം തന്നെ അസറ്റ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിന് ആവശ്യമായിട്ടുള്ള നയ രീതിയിലുള്ള പോളിസി ഡിസിഷൻസും സപ്പോർട്ടുകളും ഉണ്ടാവണം എന്നാണ് പ്രധാനമായിട്ടും ബാങ്കിങ് രംഗത്ത് നിന്ന് ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. അതിൽ ആദ്യമായിട്ട് ഞാൻ സംസാരിക്കുന്നത് ടാക്സ് ബെനിഫിറ്റ് ബാങ്കുകളുടെ ഡെപ്പോസിറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ബാങ്കുകളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ ടാക്സ് എന്ന് പറയുന്നത് സാധാരണ 60 വയസ്സ് വരെയുള്ള ഇടപാടുകാരാണെങ്കിൽ 40,000 രൂപ വരെയും, 60 വയസ്സിന് മുകളിലുള്ള ഇടപാടുകാരാണെങ്കിൽ, സീനിയർ സിറ്റിസൺസ് ആണെങ്കിൽ 50,000 രൂപ വരെ മാത്രമേ TDS ഡിഡക്ട് ചെയ്യാത്ത സാഹചര്യമുള്ളൂ. അത് 80 TTD എന്ന് പറയുന്ന വകുപ്പ് അനുസരിച്ചാണ്. സേവിങ്സ് ബാങ്കിലാണെങ്കിൽ 10,000 രൂപ വരെ 80 TTA എന്ന് പറയുന്ന ക്ലോസ് അനുസരിച്ചാണ് അതിൽ എക്സംഷൻ ഉള്ളത്. ഇത് ബാങ്കുകളുടെ ആവശ്യം, അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങളുടെ ആവശ്യം, ഇത് ഇക്വിറ്റിക്ക് നിലവിലുള്ള റേറ്റുമായിട്ട് അതിനുള്ള ബെനിഫിറ്റ് ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം എന്നാണ്. പ്രധാനമായിട്ടും ബാങ്കുകളുടെ ലോ കോസ്റ്റ് ഡെപ്പോസിറ്റുകൾ, കറണ്ട് അക്കൗണ്ട്, സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് മുതലായ കാര്യങ്ങളിലുള്ള കുറവ് വന്നിരിക്കുന്ന ഒരു ചലഞ്ച് കഴിഞ്ഞ വർഷം ഉണ്ടായ പോലെ തന്നെ ഈ വർഷവും ആ സാഹചര്യം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടാവണം എന്നാണ് ധനകാര്യ സ്ഥാപനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോഴുള്ള ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 12% ഇക്വിറ്റിക്ക് ഉള്ളത്. ഷോർട്ട് ടൈം ആണെങ്കിൽ 15% ആണ്. അതിൽ തന്നെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ 1.25 ലക്ഷം വരെ എക്സെപ്ഷൻ ഉണ്ട് താനും. ഇത് ബാങ്ക് ഡെപ്പോസിറ്റുകൾക്കും ബാധകമാക്കണം. അതുപോലെ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ്, ആ രീതിയിലുള്ള ഒരു അലൈൻമെന്റ് ഉണ്ടാവണം എന്നാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അടക്കമുള്ള ബാങ്കുകൾ ഈ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ ബാങ്ക് അസോസിയേഷനും ഈ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിനൊരു പ്രധാനപ്പെട്ട കാരണം കൂടെയുണ്ട്. ഇപ്പോൾ ലിക്വിഡിറ്റി കവറേജ് റേഷ്യോ തന്നെയുള്ള റീറ്റെയിൽ ഡെപ്പോസിറ്റിന്റെ കാര്യത്തിൽ ഇന്റർനെറ്റ് അല്ലെങ്കിൽ മൊബൈൽ ബാങ്കിംഗ് സംവിധാനത്തിലൂടെ ഉപയോഗിക്കുന്ന ഇടപാടുകാരുടെ വോളിയം, ഡെപ്പോസിറ്റിന്റെ കണക്കിലനുസരിച്ച് 5% ലിക്വിഡിറ്റി കവറേജ് റേഷ്യോ 1/4/2025 മുതൽ വർദ്ധിപ്പിക്കണമെന്ന് റിസർവ് ബാങ്ക് ബാങ്കുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. അത് 1/4/2025 മുതൽ പ്രാബല്യത്തിൽ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ലിക്വിഡിറ്റി കവറേജ് റേഷ്യോ പ്രധാനമായിട്ടും എക്സസ് CRR അല്ലെങ്കിൽ എക്സസ് SLR അല്ലെങ്കിൽ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, ഫോറിൻ സോവറിൻസിന്റെയും അവരുടെ ഗ്യാരണ്ടിക്കുള്ള മാർക്കറ്റബിൾ സെക്യൂരിറ്റീസിന്റെ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ ലിക്വിഡ് ആയിട്ടുള്ള ലിക്വിഡിറ്റി കവറേജ് റേഷ്യോക്ക് കൺസിഡർ ഹൈ ക്വാളിറ്റി ലിക്വിഡ് അസറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുള്ളൂ. അവിടെ വരുന്ന അഡീഷണൽ കമ്മിറ്റ്മെന്റ് ബാങ്കുകൾക്ക് ഇപ്പോഴുള്ള 130% ഉള്ള
ലിക്വിഡിറ്റി കവറേജ് റേഷ്യോ ഈ പുതിയ സംവിധാനം വഴി പ്രത്യേകിച്ചും സ്വകാര്യ ബാങ്കുകൾക്ക് 113% മുതൽ 116% വരെ താഴേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് കവർ ചെയ്യണമെങ്കിൽ കൂടുതലായിട്ടുള്ള ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ നടക്കേണ്ടതുണ്ട്, പ്രത്യേകിച്ച് ലോ കോസ്റ്റ് ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ നടക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ബാങ്കുകളുടെ നിമ്മ് താഴേക്ക് പോകും, ബാങ്കുകളുടെ ഡിപ്ലോയ്മെന്റിനെ ബാധിക്കും. ഇതാണ് ബാങ്കുകളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആവശ്യം. ശ്രീ കെ ബാബു, ശ്രീ ടി നരേന്ദ്രൻ പറഞ്ഞതുപോലെ ബഡ്ജറ്റ് മിഡിൽ ക്ലാസിനെയും അപ്പർ മിഡിൽ ക്ലാസിനെയും അതിന് മുകളിലോട്ടുള്ളവരെയും മാത്രമാണോ അഡ്രസ് ചെയ്യാറ്? നരേന്ദ്രൻ പറഞ്ഞ പല പോയിന്റിനോടും ഞാൻ യോജിക്കുന്നതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും ഒരു ഇക്കോണമിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ സെഗ്മെന്റിനെയും അഡ്രസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആ അഭിപ്രായത്തിൽ ഞാൻ യോജിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ ബാങ്കുകളുടെ ഏരിയയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ വായ്പയുടെ വിതരണം, ഡിപ്ലോയ്മെന്റ്, ഇപ്പോഴുള്ള ഈ റീസെന്റ് ആയിട്ടുള്ള ഡാറ്റ നമ്മൾ നോക്കുമ്പോൾ വായ്പയുടെ വിതരണം ഇപ്പോഴും 8%, ഗ്രോത്ത് ഇപ്പോഴും 8% മുതൽ 9% വരെയാണ് നിൽക്കുന്നത്. ആ ഗ്രോത്ത് തന്നെ ഡ്രൈവ് ചെയ്യുന്നത് കോർപ്പറേറ്റ് ലെൻഡിങ് വഴിയാണ്. അത് ഒരു റിയാലിറ്റിയാണ്. അപ്പം ഈ റീറ്റെയിൽ അതുപോലെ അഗ്രികൾച്ചറൽ MSME എന്ന് പറയുന്ന സെഗ്മെന്റിലേക്കുള്ള ബാങ്കുകളുടെ വായ്പാ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്കുള്ള പോളിസികളും നിലപാടുകളും ബജറ്റിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ മാത്രമേ ഫിനാൻഷ്യൽ സെക്ടറിന്റെയും സ്ട്രെങ്തനിങ്ങിന് സാധിക്കുള്ളൂ എന്നുള്ള ഒരു പോയിന്റും കൂടെ ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം നരേന്ദ്രൻ പറഞ്ഞ അഭിപ്രായത്തോട് യോജിക്കുമ്പോൾ പോലും എല്ലാ സെഗ്മെന്റിനെയും ഒരുപോലെ തന്നെ നമ്മൾ അഡ്രസ് ചെയ്യുന്നതോടൊപ്പം തന്നെ അഗ്രികൾച്ചറൽ, റീറ്റെയിൽ, MSME സെക്ടറിലേക്കുള്ള കൂടുതൽ ട്രസ്റ്റ് ഈ ബജറ്റിൽ കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഫിനാൻഷ്യൽ സെക്ടറിനെയും സ്ട്രെങ്തൻ ചെയ്യാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ നേരത്തെ മാഡം സൂചിപ്പിച്ചതുപോലെ ആളുകളുടെ കയ്യിലുള്ള ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കാനും പർച്ചേസിംഗ് പവർ കൂട്ടാനൊക്കെ അപ്പോഴും മാത്രം സാധിക്കുള്ളൂ. ബാങ്കുകളുടെ റിസോഴ്സ് മൊബിലൈസേഷനും ബാങ്കുകളുടെ നിമ്മും എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇത്തരമുള്ള ചെറുകിട വായ്പകളിലും MSME വായ്പകളിലും റീറ്റെയിൽ വായ്പകളിലുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടേക്ക് ഒരു ട്രസ്റ്റ് കൊടുക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, വായ്പയെ കുറിച്ച് സംസാരിച്ചു വന്നതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്, വായ്പാ ബുക്കിന്റെ, ലോൺ ബുക്കിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്ന കാര്യങ്ങളിലും ഈ ബജറ്റിൽ തീർച്ചയായിട്ടും ഒരു ശ്രദ്ധ വേണ്ടതാണ്. ഇപ്പോൾ ഗ്രോസ് NPA ലെവൽ ബാങ്കുകളുടെ 2.6% കുറഞ്ഞിട്ടുണ്ട്. ഇൻഡസ്ട്രി ആസ് എ ഹോൾ നെറ്റ് NPA അത് 0.6% കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ കുറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലും റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് മാർച്ച് 2026 ആവുമ്പോൾ ഗ്രോസ് NPA ലെവൽ അസറ്റ് ക്വാളിറ്റി ഡിറ്റോറിയേറ്റ് ചെയ്തുകൊണ്ട് 3% എത്തുമെന്നാണ്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ കളക്ഷൻ റിക്കവറി ആംഗിളിലുള്ള മെക്കാനിസം, ജുഡീഷ്യൽ മെക്കാനിസം, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്ട്രെങ്തനിങ്, അസറ്റ് റിക്കവറി കമ്പനികളുടെ സ്ട്രെങ്തനിങ്, അവർക്കുള്ള ടാക്സ് ബെനിഫിറ്റുകളും മറ്റ് എൻകറേജ്മെന്റുകളും അതുപോലെ തന്നെ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ ശക്തിപ്പെടുത്തുകൾ, കൂടുതൽ ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലും കൂടെ ബജറ്റ് ശ്രദ്ധ കൊടുത്താൽ മാത്രമേ ഒരു ഭാഗത്ത് ലോൺ ഡിപ്ലോയ്മെന്റിന്റെ കാര്യത്തിൽ ഇതുപോലെ റീറ്റെയിൽ, MSME, അഗ്രി സെക്ടറിലേക്ക് കൂടുതൽ ഡിപ്ലോയ്മെന്റ് സംവിധാനങ്ങൾ നടപ്പിലാക്കുന്നതോടൊപ്പം തന്നെ അസറ്റ് ക്വാളിറ്റി കാര്യങ്ങളിൽ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരുന്ന രീതിയിലുള്ള നിയമങ്ങളും അതിനനുസരിച്ചുള്ള സപ്പോർട്ടീവ് മെഷേഴ്സും ഈ ബജറ്റിൽ ഉണ്ടാവണം എന്നാണ് സാമ്പത്തിക മേഖല പൊതുവെ ആഗ്രഹിക്കുന്നതെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സാമ്പത്തിക സംവിധാനം, സ്റ്റെബിലൈസ് ചെയ്യുന്ന സംവിധാനം ഉരുത്തിരിഞ്ഞു വരാൻ സാധിക്കും. ശരി, ഞാൻ ശ്രീ കെ ബാബു, ശ്രീ ടി നരേന്ദ്രൻ പറഞ്ഞതുപോലെ വാങ്ങൽ ശേഷിയിൽ കുറവ് വരുന്നുണ്ട്. അത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. അതുപോലെ ബാങ്കുകൾ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട്, പ്രത്യേകിച്ച് കുറഞ്ഞ ചെലവിലുള്ള കാസ പോലെയുള്ള നിക്ഷേപങ്ങൾ. ഈ തരത്തിലുള്ള വിഷയങ്ങൾ ബഡ്ജറ്റിൽ അഡ്രസ്സ് ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ? അത് അഡ്രസ്സ് ചെയ്യണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. അത്തരം കാര്യങ്ങൾ അത് റിയാലിറ്റിയാണ്. അതായത് ആളുകളുടെ മുന്നിലുള്ള പർച്ചേസിംഗ് പവർ കുറയുന്നു, ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കൺസംഷൻ കുറയുന്നു എന്നുള്ളതെല്ലാം നമ്മുടെ റിസർവ് ബാങ്ക് അടക്കമുള്ള നമ്മുടെ എല്ലാ പ്ലാനിംഗ് ഭാഗത്തുനിന്നുള്ള റിപ്പോർട്ടുകളിലെല്ലാം തന്നെ പറയുന്നത് എല്ലാം റിയാലിറ്റീസ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണ്. അതിനെ അഡ്രസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ളത് റിയാലിറ്റിയാണ്. അതുകൊണ്ടാണ് ഇപ്പം ഇതുപോലെ ബാങ്കുകളിലെ സേവിങ്സ് കുറയുന്നു എന്ന് പറയുന്നത് വലിയൊരു സിംറ്റമാണ്. അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ നേരത്തെ മാഡം പറഞ്ഞത്, നേരത്തെ സംസാരിച്ചില്ല, 1.5 ട്രില്യൺ നമ്മളൊരു ഒരു ഇൻസ്ട്രുമെന്റ്സ് വഴി, ടെമ്പററി ഇൻസ്ട്രുമെന്റ്സ് വഴി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ലിക്വിഡിറ്റി സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അത് പക്ഷേ ഒരു ടെമ്പററി അഡ്ജസ്റ്റ്മെന്റുകളാണ് അതെല്ലാം. പക്ഷെ പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇഷ്യൂസിനെ അഡ്രസ് ചെയ്യുന്നത് തന്നെയാണ്. സ്ട്രക്ചറൽ സ്ട്രെങ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അത്തരം കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള പല പോയിന്റുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ വ്യൂ അത് തന്നെയാണ്. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്ട്രെങ്തനിങ്, റീവിസിറ്റിംഗ് തന്നെയാണ് ഒരു ബജറ്റിൽ നിന്ന് ഒരു രാജ്യം ആഗ്രഹിക്കുന്നത്. ഫിനാൻഷ്യൽ സെക്ടർ ആണെങ്കിലും അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ബാങ്കിങ് സെക്ടറിലേക്ക് മടങ്ങി വരുമ്പോൾ
NBA കൈകാര്യം ചെയ്യുന്നതിലും വീണ്ടെടുക്കുന്നതിലും ബാങ്കുകൾക്ക് പിന്തുണ ആവശ്യമുണ്ട്. കേസുകൾ വേഗത്തിൽ പരിഗണിക്കുന്നതിന് നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിന്റെ കാര്യക്ഷമത മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ഈ സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് വർദ്ധിച്ചു വരികയാണല്ലോ. ഇത്തരം നടപടികൾക്ക് ഒരു പിന്തുണ ബഡ്ജറ്റിൽ നിന്ന് പ്രതീക്ഷിക്കാമോ? ആ പിന്തുണ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും വേണ്ടതാണ് താനും. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ IBC ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് നിലവിൽ വന്നിട്ട് കുറച്ച് വർഷങ്ങളായി. പക്ഷെ അത് എത്രമാത്രം ഇഫക്റ്റീവ് ആണ് എന്ന് നമ്മൾ നോക്കുമ്പോൾ അതിന്റെ അത്രമാത്രം ഇഫക്റ്റീവ് അല്ല അതിന്റെ ഫംഗ്ഷനിങ് എന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ അതിന്റെ ഓപ്പറേഷണൽ ആയിട്ടുള്ള സ്ട്രെങ്തനിങ് ആവശ്യമുണ്ട്. അതിന്റെ വളരെ ഫാസ്റ്റ് ആയിട്ട് ഡിസിഷൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞെങ്കിലും ആ ഡിസിഷൻ നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കുന്നില്ല. മീനിങ് ഫുൾ ആയിട്ടുള്ള റെസൊല്യൂഷൻ ആയിരുന്നു നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിച്ചത് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ പോലെയുള്ള സ്ഥാപനങ്ങളിൽ കൂടുതലായിട്ടുള്ള ബ്രാഞ്ചസ് ഉണ്ടാവണം, കൂടുതലായിട്ടുള്ള എഫിഷ്യൻസീസ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കണം. അസറ്റ് റിക്കവറി കമ്പനികൾക്ക് അവരുടേതായിട്ടുള്ള ട്രാൻസാക്ഷൻസിൽ ആവശ്യമായിട്ടുള്ള ടാക്സ് സംവിധാനങ്ങൾ എൻഹാൻസ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ, ബാങ്കുകളുടെ ഓൺലൈൻ, ഡിജിറ്റൽ, മൊബൈൽ, ഇന്റർനെറ്റ് ബാങ്കിംഗ് മുതലായ കാര്യങ്ങളിലുള്ള ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിൽ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യേണ്ടതുണ്ട്. കൂടുതൽ ഇൻവെസ്റ്റ്മെന്റുകൾ അവിടെ ആവശ്യമുണ്ട്. ആ ഇൻവെസ്റ്റ്മെന്റുകളെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ടാക്സ് റിബേറ്റ് മുതലായ കാര്യങ്ങൾ ഈ ബജറ്റിൽ തീർച്ചയായിട്ടും വരണം. എന്നാൽ മാത്രമേ ഫ്രോഡ് പ്രിവെൻഷൻ മുതലായിട്ടുള്ള കാര്യങ്ങൾ സാധ്യമാവുള്ളൂ. ഇപ്പോൾ വളരെ റാമ്പാന്റ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് ബാങ്കുകളുടെ ട്രാൻസാക്ഷൻസിലുള്ള ഫ്രോഡുകൾ. ഇതിലെ ഇൻവെസ്റ്റ്മെന്റുകൾ ബാങ്കുകൾ ഇൻവെസ്റ്റ് ചെയ്യണം, മോണിറ്ററിംഗ് സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന് റിസർവ് ബാങ്ക് അടക്കം കേന്ദ്ര ഗവൺമെന്റ് അടക്കം പറയുമ്പോൾ പോലും അതിലേക്ക് അഡീഷണൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ടീവ് മെഷേഴ്സ് ഇപ്പോഴും വരുന്നില്ല എന്നുള്ളതും ഒരു റിയാലിറ്റിയാണ്. അത് കൊണ്ടുവരാനായിട്ട് ബജറ്റിലുള്ള പോളിസികളും ബജറ്റിലുള്ള ഇൻവെസ്റ്റ്മെന്റുകളും ഔട്ട്ലേകളും അതിന് സഹായിക്കണം. ക്രെഡിറ്റ് റിസ്ക് അസസ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ചത് 3% NPA പോകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിൽ ക്രെഡിറ്റ് റിസ്ക് അസസ്മെന്റ് കൊണ്ടുവരാനുള്ള ടൂളുകളിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ, കാപെക്സ് ഇൻവെസ്റ്റ്മെന്റിലേക്ക് നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ടുകളും എൻകറേജുകളും കൊണ്ടുവരണം. ചുരുക്കി പറഞ്ഞാൽ ബാങ്കിംഗ് മേഖലയിൽ നിന്ന്, സാമ്പത്തിക മേഖലയിൽ നിന്ന്, ഈ ബജറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഈ പ്രധാനപ്പെട്ട ഇഷ്യൂസ് എല്ലാം തന്നെ അഡ്രസ് ചെയ്യാൻ സാധ്യമാവുന്ന രീതിയിലുള്ള സപ്പോർട്ടിംഗ് ആയിട്ടുള്ള പോളിസികളാണ്. കഴിഞ്ഞ വർഷം അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെയുള്ള പോളിസികൾ ഉണ്ടായില്ലെന്ന കാര്യം കൂടെ ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. നിക്ഷേപ സമാഹരണം, നിഷ്ക്രിയ ആസ്തികൾ, വായ്പ, ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ആശങ്കകൾ ബഡ്ജറ്റ് പരിഹരിക്കുമെന്ന് ബാങ്കിംഗ് വ്യവസായം പ്രതീക്ഷിക്കുന്നുണ്ട്. ആദായ നികുതി സ്ലാബുകളിലെ സാധ്യമായ മാറ്റങ്ങൾ, നികുതി ആനുകൂല്യങ്ങൾ, ഉപഭോക്തൃ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിയ കാര്യങ്ങളാണ് ചർച്ചയിൽ പങ്കെടുത്തവർ മുന്നോട്ട് വെച്ചത്. ബാങ്കിംഗ് മേഖലയിൽ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ നിക്ഷേപം നടത്തുകയും വായ്പാ വളർച്ചയെ ഉത്തേജിപ്പിക്കുകയും വേണം. MSMEകൾക്കുള്ള പിന്തുണയും നിർണായകമാണ്. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ KA ബാബു, പ്രൊഫസർ അനിതകുമാരി, ശ്രീ ഷെറിൽ സാമുവൽ, ശ്രീ T നരേന്ദ്രൻ, ശ്രീ സൂരജ് നായർ, നന്ദി.